നമസ്കാരം, ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം. സർവം കൃഷ്ണമയം. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ. പലരും കേട്ടിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലെ തൊഴാനായിട്ട് പോകുമ്പോഴേ പലർക്കും പല വസ്തുക്കളും നഷ്ടപ്പെട്ടു പോകാറുണ്ട്. ചിലപ്പോഴൊക്കെ അവിടെ വിളിച്ചു പറയുന്നത് കേട്ടിട്ടുണ്ട്, എന്തെങ്കിലും മണിപ്പേഴ്സൊക്കെ നഷ്ടപ്പെട്ട് അത് കളഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു മണിപ്പേഴ്സ് ലഭിച്ചിട്ടുണ്ട്, അതിൻ്റെ ഉടമസ്ഥർ വന്നു കഴിഞ്ഞാൽ ഗോപുരം മാനേജറെ കണ്ടു കഴിഞ്ഞാൽ അത് തിരികെ ലഭിക്കുന്നു പറഞ്ഞിട്ട്. അതുപോലെ തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ കളഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഷർട്ട് പോലും കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വിളിച്ചു പറയാറുണ്ട്. അങ്ങനെ നഷ്ടപ്പെട്ടത് വിളിച്ചു പറയാത്ത ഒന്നാണ് ഈ ചെരുപ്പ് എന്ന് പറയുന്നത്. കാരണം അത് നമ്മൾ പുറത്താണല്ലോ ഇടുക. ചിലർ ഭൂരിഭാഗം പേരും ക്ലോക്ക് റൂമിലൊക്കെയാണ് വെക്കുക. അതല്ലാതെ പുറത്തെ ഏതെങ്കിലും ഒരു സൈഡിൽ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേഗം പോയി ഭഗവാനെ തൊഴുതു വരാം എന്ന് വിചാരിച്ച് പോകുന്നവരുണ്ട്. അവർ തിരിച്ചു വരുമ്പോൾ ചെരുപ്പ് അവിടെ കാണണമെന്നില്ല, ചിലപ്പോൾ അത് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ പലർക്കും സങ്കടമാവും. എൻ്റെയൊക്കെ ചെരുപ്പ് പോയിട്ടുണ്ട് കേട്ടോ, വിഷ്ണുവിൻ്റെയും ലാലാമ്മയുടെയും ഒക്കെ ചെരുപ്പ് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെയും ആരുടെയെങ്കിലും ഒക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇത് വീഡിയോ കാണുന്ന പലരുടെയും ചെരുപ്പ് തീർച്ചയായിട്ടും പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരൊന്ന് കമൻറ്റ് ബോക്സിൽ അതൊന്ന് പറയാം കേട്ടോ, എൻ്റെ ചെരുപ്പും കൂടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നഷ്ടപ്പെട്ട് പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ചിലർക്കൊക്കെ അതൊരു സങ്കടം. ഇപ്പോൾ പുതിയ ചെരുപ്പായിരുന്നല്ലോ, എനിക്ക് ഇഷ്ടമുള്ള ചെരുപ്പായിരുന്നല്ലോ എന്നൊക്കെ ചിന്തിക്കാം. ചിലരാകട്ടെ പറയും അത് നല്ലതിനാണ്, നമ്മുടെ ദോഷങ്ങളൊക്കെ മാറിപ്പോയതാണ്, സമാധാനമായിട്ടിരിക്കും എന്നൊക്കെ പറയും. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണ്? ഈ ചെരുപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് നല്ലതാണോ അതോ മോശപ്പെട്ടതാണോ, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് കൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ, ഭഗവതി അമ്മയുടെ, ഗണപതിയുടെ, അയ്യപ്പൻ്റെ ഒക്കെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട്. പിന്നെ കുറച്ച് സംശയങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം കേട്ടോ. ഇന്നലെ ഗുരുവായൂരപ്പൻ്റെ അലങ്കാരം ഓടക്കുഴൽ ഊതി നിൽക്കുന്ന നമ്മുടെ കുഞ്ഞുണ്ണി കൃഷ്ണനായിട്ടായിരുന്നു കേട്ടോ. ഒരു ചെറിയ ഉണ്ണിയായിട്ടാണ് ചാർത്തിയിരിക്കുന്നത്. 2 വയസ്സിൽ താഴെയൊക്കെ പ്രായം ഉണ്ടായിരിക്കുള്ളൂ. അത് നല്ല ഭംഗിയുണ്ട്, കുറച്ച് തടിച്ചുരുണ്ട്, കാലുകൾക്കൊക്കെ നല്ല തടി ഉണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അതുകൊണ്ട് കാണാനായിട്ട്. നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് പോരാൻ തോന്നും. മതി ഉണ്ണി ഓടക്കുഴൽ വിളിച്ചത്, എൻ്റെ കൂടെ പോകുന്നോളൂ എന്ന് പറഞ്ഞിട്ട് അത്രയും നമുക്ക് ഒരു വാത്സല്യമൊക്കെ തോന്നുന്ന ഒരു കുഞ്ഞുണ്ണിയായിട്ടായിരുന്നു ചാർത്തിയിട്ടുണ്ടായിരുന്നത്. മനോഹരമായിട്ടായിരുന്നു. ഭഗവാൻ 2 കൈകൾ കൊണ്ടും പൊന്നോടക്കുഴൽ ചുണ്ടോട് ചേർത്ത് വിളിച്ചിട്ട് വേണുനാഥം പൊഴിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്നു ഇന്നലത്തെ അലങ്കാരം ഉണ്ടായിരുന്നത്, മുരളീധരനായിട്ട് കേട്ടോ. പിന്നെ മാലകൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെ ഉണ്ടായിരുന്നു ഇന്നലെ. കാരണം എല്ലാം വെളുത്ത നിറത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ, നമ്മൾ ശ്രീലകത്തേക്ക് നോക്കുമ്പോൾ തന്നെ എല്ലാം ഒരു വെളുത്ത നിറത്തിൽ, ഒരു വെള്ളമയം അങ്ങനെ പറയില്ലേ, അത്ര ഭംഗി ഉണ്ടായിരുന്നു കാണാൻ കേട്ടോ. കാരണം തിരുമുടി മാലയിലെ നല്ല ഭംഗിയില്ലേ ഈ വെളുത്ത നന്ദ്യാർവട്ട പൂക്കളാണ്. അതിൽ കുറച്ച് തുളസിയുണ്ട്, അതൊരു പേരിനെ പുറത്തിരിക്കുക, കൂടുതലും വെളുത്ത നിറം കാണുന്നത് കേട്ടോ. പിന്നെ 2 ഉണ്ടമാലയുണ്ട്, 2 ഒരേപോലത്തെ വെളുത്ത നന്ദ്യാർവട്ട പൂക്കളാണ്. അതിന് താഴേക്ക് എത്തുമ്പോൾ മാത്രം കുറച്ച് തുളസിയുണ്ട്. അപ്പോൾ ഒന്ന് നോക്കൂ, ആ മുകളിലെ തിരുമുടിമാല വെളുത്ത പൂക്കള്, ഉണ്ടമാലകൾ 2 എണ്ണം വെളുത്ത പൂക്കള്. പിന്നെ ഈ 2 വശത്തും ഈ ആലവട്ടം വെച്ചിട്ടുണ്ട്, അതിലും വെളുത്ത നിറാണ് കൂടുതലായിട്ട് കാണുന്നത്. കണ്ണാടി പോലുള്ള തിളങ്ങുന്ന അതൊക്കെ ഇങ്ങനെ പൊട്ടുകളൊക്കെ ഒട്ടിച്ച് വെച്ചിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു വെള്ള നിറമുണ്ട്. അപ്പോൾ ഒരു വെള്ളമയം അങ്ങനെയായിരുന്നു. നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അത് നോക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി തോന്നിയിരുന്നു. ആ മാലകളുടെയൊക്കെ ഭംഗിയാണ്, ആ നിറത്തിൻ്റെ ഭംഗിയാണത്. പിന്നെ ഭഗവാനെ നല്ല രസത്തിൽ അലങ്കരിച്ചിട്ടുണ്ട്. പീലി തിരുമുടിയൊക്കെ ഉണ്ട് കേട്ടോ. 3 പീലികൾ ഭഗവാനെ ചാർത്തിയിട്ടുണ്ട്. പിന്നെ നെറ്റിയിൽ ഒരു സ്വർണ്ണഗോപി, കാതുകളിലും ഗോപിയെ വെച്ചിരിക്കുന്നത്. അത് ഇടത്തെ കാതിലുള്ള സ്വർണ്ണഗോപി ഉണ്ടല്ലോ, അത് പിന്നെ വലിയ തിളക്കല്ല കേട്ടോ, അത് ഇത്തിരി തിളക്കം കുറവാണ്. അത് വലത്തെ കാതിലത്തെ നല്ല തിളക്കത്തിൽ കാണുന്നുണ്ടായിരുന്നു. ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിട്ടൊക്കെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ദീപങ്ങളുടെ ആ വെളിച്ചം തട്ടുമ്പോഴല്ലേ നമ്മുടെ കണ്ണിലേക്ക് അത് പ്രതിഫലിച്ചു വരുള്ളൂ. അതുകൊണ്ടാണ് തിളക്കക്കുറവൊന്നും ഉണ്ടായിട്ടില്ല, എന്നാലും നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ തോന്നിയിരുന്നു. പിന്നെ ഭഗവാന്റെ മുഖത്തിനുണ്ടല്ലോ ഇഷ്ടം പോലെ നല്ല തിളക്കത്തോട് കൂടിയിട്ടാണ് ഭഗവാന്റെ മുഖം, ആ ഒരു പുഞ്ചിരി. അപ്പോൾ ശരിക്കും ഇതൊക്കെ മറന്നു പോകും. അത്രയും സുന്ദരനായിട്ടാണ് ചിരിച്ചുകൊണ്ട് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൈവളകളും തോൾവളകളൊക്കെ ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ 2 മാല അണിഞ്ഞിട്ടുണ്ട്. 2 കുഞ്ഞി കൈകൾ കൊണ്ടും പൊന്നോടക്കുഴലി ചുണ്ടോട് ചേർത്ത് പിടിച്ചിട്ട് ഓടക്കുഴൽ ഊതാ വേഗനാഥം പൊഴിക്കുക നമ്മുടെ ഭഗവാൻ. അരയിലേക്ക് ഇങ്ങനെയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണൊക്കെ ചുറ്റിയിട്ട് നല്ല തടിച്ചുരുണ്ടിട്ടുള്ള കാലുകളൊക്കെയാന്ന് പറഞ്ഞല്ലോ, കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടാണ് ഭഗവാൻ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആ വേണുഗാനമൊക്കെ കേൾക്കാനായിട്ട് കൊതിച്ചിരിക്കുന്ന, ഭഗവാനെ കാണാനായിട്ട്, അതായത് വേണു ഊതുന്ന ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന നിരവധി പേരുണ്ടായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാനായിട്ട് ഓടക്കുഴൽ ഊതുന്ന ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു എല്ലാവർക്കും ഭഗവാൻ ഇന്നലെ ദർശനം നൽകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപമൊക്കെ നന്നായി ഒന്ന് മനസ്സിൽ കണ്ടോളൂ, നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ ഭഗവാൻ
ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. ആ കുഞ്ഞു തൃപ്പാദങ്ങളിൽ എല്ലാവരും ഒന്ന് വീണ് നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ. അങ്ങനെ നമ്മുടെ മുരളീധരനെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ എത്തിയിരിക്കുന്നത് ഗണപതിയെ കാണാനാണ് കേട്ടോ. ഗണപതിക്ക് വളരെ ലളിതമായിട്ടുള്ള ഒരു അലങ്കാരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ചുവന്ന നിറത്തിലൊരു പട്ടുടയാട, നല്ല സ്വർണ്ണത്തിൻ്റെ തിളക്കൊക്കെ ഉണ്ട്, കുറച്ച് വലിപ്പത്തിലുള്ളതാണ് കേട്ടോ. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നുണ്ട്. കഴുത്തിലൊരു പാലക്കമാല, ചുവപ്പുടയാട, പച്ചപ്പാലക്ക, നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. മുഖച്ചാർത്തൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട്. പിന്നെ നെറ്റിയിലൊരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ട് 2 സൈഡിലും ഒരു സ്വർണ്ണ പൊട്ടുകളുണ്ട്. തട്ടായിട്ടാണ് കിരീടം ചാർത്തിയിരിക്കുന്നത്. അത്രയേ ഉള്ളൂ അലങ്കാരം. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അധികം ആഭരണങ്ങളൊന്നുമില്ല, മുഖച്ചാർത്തൊക്കെ നല്ല ഭംഗിയായിട്ട് ഒരു പ്രത്യേക ഭംഗി ഇന്നലെ ഗണപതിനെ കാണാനായിട്ട് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. അപ്പോൾ ഗണപതിയുടെ ആ രൂപമൊക്കെ എല്ലാവരും നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും ഗണപതിക്ക് മുന്നിൽ വന്ന് ഏത്തമിട്ടോളൂ. ഈ നേരെ ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഭഗവതി അമ്മ വലിയൊരു സ്വരൂപത്തിലിരിക്കുന്നതായിട്ടാണ് തോന്നിയത് കേട്ടോ. ചുവപ്പ് നിറമുണ്ട് പട്ടില്, ലൈറ്റ് ഒരു നീല നിറമുണ്ട്, മഞ്ഞ നിറമുണ്ട്. ഈ 3 നിറത്തിലുള്ള ഉടയാടകളാണ് ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അത് നല്ല വലിപ്പത്തിൽ തോന്നിയിരുന്നു. അതുകൊണ്ട് തന്നെ ഭഗവതി അമ്മയുടെ ഒരു വലിയ സ്വരൂപമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കഴുത്തിൽ 3 സ്വർണ്ണ പൂക്കൾ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ട് അതിന് ചുവടെയായിട്ടൊരു സ്വർണ്ണ നിറത്തിലൊരു മാല ഇട്ടിട്ടുണ്ട്. കാതുകളിൽ സ്വർണ്ണ പൂക്കളാണ്. നന്നായിട്ട് ചിരിച്ചുകൊണ്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് കേട്ടോ. പിന്നെ നെറ്റിയിൽ ഒരു ചുവന്ന പൊട്ട് തൊട്ടിട്ട് അതിൻ്റെ ചുറ്റിലും ഒരു വെളുത്ത നൂല് കൊണ്ടുള്ള ഒരു പ്രത്യേക പൊട്ടുണ്ട്. പിന്നെ ഈ സൈഡിലൊക്കെ ആയിട്ട് സ്വർണ്ണപ്പൂക്കളുണ്ട്. ഒരു കിരീടം കൂടെ സ്വർണ്ണ നിറത്തിലെ ഉള്ള ഒരു കിരീടം കൂടെ ഭഗവതി അമ്മ അണിഞ്ഞിട്ടുണ്ട്. മുഖത്തേക്ക് നോക്കിക്കഴിഞ്ഞാലേ ഒരു പ്രത്യേക തേജസ്സോട് കൂടിയിരിക്കുന്ന ഭഗവതി അമ്മയാണ്. കുറച്ച് പ്രായമുണ്ട് ഭഗവതിക്ക്. കഴിഞ്ഞ ദിവസം ചെറിയൊരു കുട്ടിയായിരുന്നല്ലോ, എന്നാലും അങ്ങനെയല്ല. നല്ല കുറച്ച് പ്രായത്തോടെയൊക്കെ നമ്മുടെ അമ്മയെ പോലെ കണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്ന, നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു അലങ്കാരമായിരുന്നു ഭഗവതി അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ഭഗവതി അമ്മയുടെ ആ ഒരു രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ കേട്ടോ. എല്ലാവരും ഭഗവതി അമ്മയ്ക്ക് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഈ നേരെ അയ്യപ്പനെ തൊഴാനായിട്ട് പോകും. അയ്യപ്പനെ മഞ്ഞ നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത്. അരയിലൊരു നീലപ്പട്ടൊക്കെ തന്നെ ചുറ്റിയിട്ടുണ്ട്. പിന്നെ 3 മാലകൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കൂടാതെ ഒരു സ്വർണ്ണപ്പൂവും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 4 മാല അണിഞ്ഞ ഒരു പ്രതീതിയാണ് ലഭിക്കുക. അപ്പോൾ കഴുത്ത് നിറച്ച് മാലകളായി. പിന്നെ നല്ല ഭംഗിയായിട്ടുള്ള മുഖച്ചാർത്ത് പ്രത്യേകം എടുത്തു പറയണം കേട്ടോ. അത്ര ചന്തത്തിലാണ് ചാർത്തിയിരിക്കുന്നത്. കാതുകളിൽ വലിയ സ്വർണ്ണ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത്. ചുണ്ടൊക്കെ ചോപ്പിച്ചിട്ട് കാതുകൾക്ക് മുകളിലും സ്വർണ്ണ പൊട്ടുകൾ വെച്ചിട്ടുണ്ട്. പിന്നെ നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിയുണ്ട്. അത് ആ കിരീടം തുടങ്ങുന്ന ഭാഗത്തായിട്ടാണ്. ഇങ്ങനെ തട്ടുകളായിട്ട് ഇങ്ങനെ കിരീടം ചാർത്തിയിട്ട് അതിൻ്റെ മേലെ ഒരു സ്വർണ്ണ പൊട്ട് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു അയ്യപ്പനെ കാണാനായിട്ട്. ആ ആഭരണങ്ങൾ, അതായത് അലങ്കാരങ്ങളാണെങ്കിലും മുഖച്ചാർത്ത് എല്ലാം നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അത്രയും സുന്ദരനായിട്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു. എല്ലാവരും അയ്യപ്പൻ്റെ രൂപമൊക്കെ നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുത് പ്രാർത്ഥിച്ചോളൂ. എല്ലാവരും അയ്യപ്പന് മുന്നിൽ ഒന്ന് നമസ്കരിച്ചോളൂ. ഇനി ചെരുപ്പ് കളഞ്ഞു പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക, എന്താണ് ശരിക്കും അതിൻ്റെ അർത്ഥം, എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ. സനില എന്ന് പറഞ്ഞിട്ടുള്ള സനില 10 എന്നാണ് ID കേട്ടോ. അന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ. അതായത് ഗുരുവായൂരിൽ വെച്ച് ചെരുപ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷമുണ്ടോ? പലരും പല രീതിയിലാണ് പറയണത്. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത് കേട്ടോ. ശരിക്കും ചെരുപ്പ് മാത്രമല്ല, എന്തെങ്കിലും വസ്തുക്കൾ പോയി കഴിഞ്ഞാൽ ചിലർക്ക് അതൊക്കെ സങ്കടം ഉണ്ടാക്കിയെങ്കിലും കൂടിയിട്ട് അത് നല്ലതിനാണെന്നാണ് പറയുക. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിലാണെങ്കിൽ പണ്ടൊക്കെ സ്ഥിരമായിരുന്നു ഈ ആഭരണങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുക എന്നൊക്കെ. ഇപ്പോൾ അതൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആഭരണങ്ങൾ മാത്രമല്ല, പല വസ്തുക്കളും ചിലരത് എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും, ചിലർ അറിയാതെ തന്നെ താഴെ ഇട്ട് പോകുന്നതൊക്കെ നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അപ്പം അങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ അത് നല്ലതാണെന്ന് പറയും. ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങളുടെ കാര്യം തന്നെ എടുത്ത് നോക്കൂ. അത് കുറച്ച് മൂല്യമുള്ളതാണ്. ഇന്നത്തെ കാലത്തെ സ്വർണ്ണത്തിൻ്റെ വില എല്ലാവർക്കും അറിയാം. അപ്പോൾ വളരെ മൂല്യമുള്ള ഒന്നാണ് നഷ്ടപ്പെടുന്നത്. അത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ആയുസ് നഷ്ടപ്പെടുന്നതിന് പകരമാണെന്നാണ് പറയുക. നമ്മുടെ ആയുസ്സിന് എത്രത്തോളം മൂല്യമുണ്ട്. അപ്പോൾ അത്രയും മൂല്യമുള്ള, അത്രയും നല്ല പറയണേ, അതേപോലെ മൂല്യമുള്ള ഒരു ദിവസം നമ്മുടെ ഇന്ന് പോകുകയാണെങ്കിൽ നമ്മുടെ ആയുസ് നഷ്ടപ്പെട്ടു പോകുന്നതിന് പകരമായിട്ടാണെന്ന് പറയുക. അപ്പോൾ നമ്മളെ സംരക്ഷിക്കുകയാണ് ചെയ്ത്. ഇതെല്ലാം പണ്ടുള്ളവർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ, പഴമക്കാർ. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ പണം അടങ്ങിയിട്ടുള്ള പേഴ്സൊക്കെ പോകും, അതൊക്കെ മൂല്യമുള്ള വസ്തുക്കളാണ്. അതേപോലെ തന്നെയാണ് ഈ ചെരുപ്പ് പോയാലും അത് പോയി കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ നല്ലതാണെന്നാണ് പറയാം. കാരണം എന്താ പറയുമോ, ഈ ചെരുപ്പ് നമ്മളെ സംരക്ഷിക്കുന്ന ഒന്നാണ്. നമ്മളത് കാലിലോട്ട് നടക്കുമ്പോൾ ഇപ്പം നല്ല ചുട്ട് പൊള്ളുന്ന വെയിലത്താണെങ്കിൽ തറയിലോട്ട് നടക്കുമ്പോൾ നന്നായിട്ട് പൊള്ളും. അപ്പോൾ അതിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് മണ്ണ്, പൊടി, ചളി, അതുപോലെ തന്നെ മുള്ള്, ആണി, ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കുകയാണ് ഈ ചെരുപ്പ് നമ്മളതിനെ ചെയ്യണത്. അപ്പം നമ്മളെ സംരക്ഷിക്കുക, നമ്മുടെ ജീവനെ സംരക്ഷിക്കുന്ന ഒന്നാണ്. അപ്പം അത് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ജീവൻ പോകുന്ന പോലെയാണ്. അതിന് പകരമായിട്ടാണ് ഈ ചെരുപ്പ് പോകുന്നത് എന്ന് പറയാം. അതുകൊണ്ടാണ് അത് പോയി കഴിഞ്ഞാൽ ദോഷമൊന്നുമില്ല, പകരം നമ്മളെ രക്ഷിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് അങ്ങനെ പറയാറുള്ളത് കേട്ടോ. അപ്പോൾ ദോഷമൊന്നുമില്ല, സങ്കടമൊന്നുമില്ല. ചെരുപ്പ് പോയി കഴിഞ്ഞാൽ പുതിയൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ടിടുക.
അത്രയേ ഉള്ളൂ. അപ്പം അതിൽ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നല്ലതാണ് അത് പോകുന്നത്, നമ്മുടെ ദോഷങ്ങളൊക്കെ അതോടുകൂടി പോകും എന്ന് പറയാറുണ്ട്. ഇനിയിപ്പോൾ കളഞ്ഞു പോകുന്നത് മാത്രമല്ല കേട്ടോ, നമ്മുടെ അടുത്ത് നിന്ന് ആരെങ്കിലുമൊക്കെ വന്ന് ഇപ്പോൾ ഈ ഉത്സവകാലമൊക്കെ ആകുമ്പോൾ, ഓണം വിഷു അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആകുമ്പോൾ ഭിക്ഷ യാചിച്ചുകൊണ്ടൊക്കെ സ്ഥിരം വരുന്നവരൊക്കെ ഉണ്ടായിരിക്കും, ആ ചുറ്റുപാടത്ത് വരുന്നവരൊക്കെ ഉണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് അത് കൊടുക്കുക. അവർ വന്ന് ചോദിക്കുകയെന്നറിയോ, ആ ചുറ്റിയിരിക്കണം ഉണ്ടെന്ന് തരാനാണ് പറയുക. അത് അങ്ങനെയാണ് അവർ ചോദിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് പുതിയതായിക്കോട്ടെ പഴയതായിക്കോട്ടെ വേറൊരു മുണ്ട് ചുറ്റിയിട്ട് അത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കുക. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാലേ നമ്മുടെ ദോഷങ്ങളൊക്കെ അതോടുകൂടി പോകും. അങ്ങനെയാണ് വിശ്വാസം, അങ്ങനെയാണ് പറയുക. അപ്പോൾ കൊടുക്കുന്നത് അങ്ങനെയാണ്, നമ്മുടെ അടുത്തുനിന്ന് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ഭിക്ഷക്കാരൊക്കെ വന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മളത് കൊടുക്കുക, അത് സന്തോഷത്തോടു കൂടി കൊടുക്കുക. അങ്ങനെയാണ് പറയാറുള്ളത് കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനോടുള്ള ഒരു അറ്റാച്ച്മെൻ്റ് ആണ് പോകുക. അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അതിനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റില്ലേ അതങ്ങനെ പോകണം എന്ന് പറയും. അതിന് വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ എന്തുകൊണ്ടാണെന്നറിയോ ഈ സങ്കടം വരുന്നത്, ചിലപ്പോൾ നമ്മളത് ഉപയോഗിച്ചിട്ട് പുതിയ ചെരുപ്പായിരിക്കാം, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് കുറച്ച് നാളായിക്കഴിഞ്ഞ് നമ്മുടെ കാലിൽ അത് സെറ്റ് ആവുക ചെയ്യുക. നമുക്ക് കുറച്ച് സുഖം ഉണ്ടായിരിക്കും അതിട്ട് നടക്കാനായിട്ട്, കുറച്ച് സൗകര്യം, ഒരു കോൺഫിഡൻസ്, അല്ലെങ്കിൽ അത് നമുക്ക് സെറ്റ് ആയിട്ടുണ്ടായിരിക്കും നമ്മുടെ കാലിന ചെരുപ്പ്. അതൊക്കെ പോയി കഴിയുമ്പോഴാണ് ഈ ഒരു സങ്കടം വരിക, അയ്യോ അത് പോയില്ലോ എന്നുള്ളത്. പക്ഷെ അത് പോയി കഴിഞ്ഞാലേ അതിനോടുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് കുറയൂലോ, അതിനോടുള്ള ആ ഒരു മമത കുറയൂലോ. അപ്പോൾ നമുക്ക് എന്തായി, നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയി. ഒന്ന് ആലോചിച്ച് നോക്കി നോക്കൂ, നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങൾ ഇങ്ങനെ വലിച്ചു വാരി കിടക്കുന്നുണ്ട്. അതിൽ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ഉണ്ടായിരിക്കും. അതിൽ ആവശ്യമില്ലാത്തതുകൊണ്ട് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി സ്ഥലം അവിടെ ഫ്രീ ആയി. അപ്പോൾ തന്നെ അതൊരു പോസിറ്റിവിറ്റി വരും, അപ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരും. അതേപോലെ തന്നെ ആ നെഗറ്റിവിറ്റീനെ കളയുക, അപ്പോൾ പോസിറ്റിവിറ്റി വരണം. ആ ഒരു ചിന്ത നമുക്ക് തീർച്ചയായിട്ടും വരണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത് കേട്ടോ. കാരണം എന്താ പറയുക, നമ്മളിപ്പോൾ ഇതെല്ലാം വിട്ട് പോയിട്ടേ നമ്മൾ നന്നായിട്ട് ഫ്രീ ആകുക. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമുക്ക് ഉയരാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ ഭഗവാൻ കുറച്ച് നാൾ നമുക്കത് ഉപയോഗിക്കാനായിട്ട് തന്നു, പിന്നെ സമയമായപ്പോൾ അത് പോയി, അത്രയും ചിന്തിക്കണ്ടു. അപ്പോൾ നമുക്ക് അതിനോട് പ്രത്യേകമായിട്ടുള്ള ഒരു ഭ്രമം വരില്ല. നമുക്കത് പോയി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പരിഭ്രമം വരില്ല, അങ്ങനെ ഒന്നും വരില്ല. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്നറിയോ, ഇപ്പോൾ ഈ ചെരുപ്പൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സമയത്തെ ഇതിൻ്റെ വേറൊരു എന്താ പറയുക സൈക്കോളജിക്കൽ ഒരു ഫാക്റ്റും കൂടിയുണ്ട്. ഇപ്പോൾ നമ്മളടുത്ത് ചെരുപ്പ് പോയി തന്നെ വിചാരിക്കാം. ഇപ്പം എൻ്റെയൊക്കെ ചെരുപ്പ് പോയിട്ടുണ്ട് കേട്ടോ. അന്നൊക്കെ എൻ്റെ കുറച്ച് കാലം മുന്നെയാണ് പോയിട്ടുള്ളത്. അപ്പോൾ അന്നൊന്നും അങ്ങനെ ചിന്തിക്കാനുള്ള ആ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ആകെ സങ്കടം വരികയും ചെയ്യാം, അയ്യോ എൻ്റെ ചെരുപ്പ് പോയില്ലോ, എനിക്ക് സങ്കടമായില്ലോ, എനിക്ക് ഇഷ്ടമുള്ള ചെരുപ്പായിരുന്നല്ലോ, പുതിയതാണല്ലോ, ഞാൻ അതിന് വാങ്ങിയതാണല്ലോ, അങ്ങനെയൊക്കെ ചിന്ത വന്നു കഴിഞ്ഞ് ഇതെന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇത് തന്നെ 10 ആൾക്കാരോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. നേരെ മറിച്ച് ചെരുപ്പ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലതാണ് കേട്ടോ വരിക, നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പോയി, അങ്ങനെ ആരെങ്കിലും നമ്മുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെങ്ങനെ ചിന്തിക്കുക, നല്ലതാണോ, എന്നാൽ പിന്നെ കുഴപ്പമില്ല പൊക്കോട്ടെ, അങ്ങനെയല്ലേ വിചാരിക്കുക. അപ്പോൾ അതൊരു സൈക്കോളജിക്കൽ ഫാക്റ്റും കൂടിയാണ്. നമ്മൾ അത് തന്നെ ചിന്തിച്ചിരിക്കും അല്ലെങ്കിൽ. അപ്പം നമ്മുടെ ഉള്ളിൽ ഒരു നെഗറ്റിവിറ്റി വരും. അതില്ലാതെ ആവണം, പോസിറ്റീവായിട്ട് ചിന്തിക്കുക. ഒരു കഥ പറയാറുണ്ട് കേട്ടോ. ഒരു സന്യാസി അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നടന്നു പോകുകയായിരുന്നു. അപ്പോൾ അവർക്ക് ഒരു പുഴ കടക്കേണ്ടതായിട്ടുണ്ട്, അക്കരയ്ക്ക് എത്തണം, അവർക്ക് പുഴ കടക്കേണ്ടതായിട്ടുണ്ട്. കിടക്കാൻ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ ഓടിപ്പിടഞ്ഞ് വന്നു. അയ്യോ എനിക്ക് പേടിയാവണമെന്നാണ് പറയണം. അപ്പോൾ എന്തെങ്കിലും ചോദിച്ചപ്പോൾ അവർക്കും പുഴ കടക്കണം, പക്ഷെ അതിനുള്ള ധൈര്യം അവർക്കില്ല. അപ്പോൾ ആരെങ്കിലും ഒന്ന് സഹായിക്കുമോ, എന്നെ ഒന്ന് സഹായിക്കുമോ, എനിക്ക് പേടിയാവണ്ടേ ഈ പുഴ കടക്കാനായിട്ട് എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അപ്പോൾ ഗുരുവിന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഗുരു എന്ത് ചെയ്തു, അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവരെ തോളത്തിരുത്തിയിട്ട് അക്കരയ്ക്ക് എത്തി. അവരവിടെ ഇറക്കി ഗുരു ശിഷ്യന്മാരും കൂടെ തിരിച്ചു പോന്നു. അത്രേ ഉണ്ടായുള്ളൂ. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ശിഷ്യന്മാർ ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുക, എന്നാലും ഗുരു ആ സ്ത്രീനെ അങ്ങനെ സഹായിക്കണ്ടായിരുന്നു, തോളത്തൊന്നും ഇരുത്തിയിട്ട് കൊണ്ടുവരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കൈ പിടിച്ച് കൊടുന്നാൽ മതിയായിരുന്നില്ലേ എന്നാണ് ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കണേ. അപ്പോഴാണ് ഗുരു ചോദിക്കണേ, നിങ്ങളിപ്പോഴും ആ സ്ത്രീനെ അക്കരയ്ക്ക് എത്തിച്ചിട്ടില്ലേ, ഞാനപ്പോൾ തന്നെ കൊണ്ടുവന്നിട്ട് അവരെ ഇറക്കി വിട്ടുള്ളൂ, നിങ്ങളിപ്പോഴും അവിടെ നിന്ന് വന്നിട്ടില്ലേ, നിങ്ങളിപ്പോഴും അതിന് കരയ്ക്ക് എത്തിച്ചിട്ടില്ലേ എന്ന് ഗുരു ചോദിച്ചു. അപ്പോഴവർക്ക് മനസ്സിലായത്, കാരണം അത് കഴിഞ്ഞിട്ട് 3-4 ദിവസമായി, എന്നിട്ടും ഇപ്പോഴും അവരതന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മളൊരു കാര്യം കഴിഞ്ഞാലേ അത് അവിടെ ഉപേക്ഷിച്ച് പോരണം, പിന്നെ നമ്മുടെ മനസ്സിലത് ഇട്ടുകൊണ്ട് വരരുത്. അപ്പോൾ നമുക്ക് എന്തായി, ഫുൾ നെഗറ്റിവിറ്റി ആയി, ആ ഒരു കാര്യം മാത്രമായി ചിന്ത, പുതിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സങ്കടം നമ്മുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ എന്തൊക്കെ സങ്കടമെന്ന് അത് അവിടെ വെച്ചിട്ട് നിർത്തുക, അത് ഭഗവാനെ ഏൽപ്പിക്കുക എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതേപോലെ തന്നെ ചെരുപ്പ് പോയി കഴിഞ്ഞാലും അത് പോയി, അത്രയും നമുക്കത് വേണ്ടു, അത് ഭഗവാന്റെ നിശ്ചയമാണ്. അതൊരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക, അതിനെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക. അപ്പോൾ ഈ ചെരുപ്പൊക്കെ പോയി കഴിഞ്ഞാൽ
നമ്മുടെ ദോഷങ്ങൾ പോകുകയാണ്, അല്ലെങ്കിൽ അത് വളരെ നല്ലതാണ് എന്ന് പണ്ടുള്ളവർ പറഞ്ഞു കേൾക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ആരും എടുത്തുകൊണ്ട് പോകില്ല, ചിലപ്പോൾ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സ്ഥാനം തെറ്റി കിടക്കുന്നതായിരിക്കാം. ഇനിയിപ്പോൾ ആരെങ്കിലും അത് എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ദോഷങ്ങളുടെ ചെറിയൊരു ഭാഗം കൂടെ കിട്ടാറുണ്ട് എന്നും കൂടെ പറയാറുണ്ട്. അപ്പോൾ പൊതുവെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വന്നിട്ട് ചെരുപ്പ് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് നല്ലതാണ്, നമ്മുടെ ദോഷങ്ങളൊക്കെ ഇല്ലാതാകുകയാണ്, കുറയുകയാണ്, അതോടുകൂടി പോവുകയാണ് എന്നൊക്കെയാണ് പറയാറുള്ളത് കേട്ടോ. അടുത്തത് പുഷ്പ വിജയൻ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. നാരായണീയം ആദ്യമായിട്ട് വായിക്കാനായിട്ട് തുടങ്ങുമ്പോഴേ ഏത് ദശകമാണ് വായിക്കേണ്ടത്, ഇഷ്ടമുള്ളത് വായിക്കാൻ പറ്റുമോ, അത് എത്രത്തോളം വായിക്കണം എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് അതേക്കുറിച്ച് പറയാം. നാരായണീയം വായിക്കാനായിട്ട് തുടങ്ങുമ്പോഴേ നമുക്ക് ഇഷ്ടമുള്ളത് വായിക്കാം. നമുക്ക് എത്രത്തോളം വായിക്കാൻ സാധിക്കുന്നു അത്രത്തോളം വായിച്ചാൽ മതി. ഇപ്പോൾ ഒരു ദശകമാണോ വായിക്കാൻ പറ്റിയത്, ഒരു ദശകം വായിക്കാം. ഒരു ശ്ലോകമാണോ വായിക്കാൻ പറ്റിയത്, ഒരു ശ്ലോകം വായിക്കാം. 2 ശ്ലോകം പറ്റിയിട്ടുണ്ടോ, 2 വായിക്കാം. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ വായിക്കുമ്പോൾ ഈ അടുത്ത രണ്ടും കൂടെ ചേർത്ത് വായിക്കാം. അങ്ങനെ വായിച്ചിട്ട് എല്ലാം പഠിച്ചതിന് ശേഷം പുസ്തകം മുഴുവനായിട്ട് വായിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ഏത് ദശകം വേണമെങ്കിലും നമുക്ക് വായിക്കാം, ഏത് ശ്ലോകം വേണമെങ്കിലും വായിക്കാം. ചെറിയ ചെറിയ ദശകങ്ങളൊക്കെ ഉണ്ടാവും, ഇത് കടുകട്ടി ശ്ലോകങ്ങളൊന്നും ഇല്ലാത്ത ശ്ലോകങ്ങളുടെയൊക്കെ എണ്ണം കുറവുള്ള ദശകങ്ങൾ, അതൊക്കെ വായിച്ചു തുടങ്ങാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ വായിച്ചിട്ട് നമ്മളത് പഠിക്കണം. അതിൻ്റെ പ്രൊനൗൺസിയേഷൻ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതൊക്കെ പഠിക്കുക. അപ്പം അതിനൊക്കെ ആയിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, ഇപ്പോൾ ആദ്യമായിട്ടൊക്കെ തുടങ്ങുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നാരായണ സമിതികൾ പഠിക്കാൻ പോകുന്നവരൊക്കെ അറിയില്ല കേട്ടോ, അവർക്ക് തീർച്ചയായിട്ടും ഒരു ഗുരുനാഥരെ പറഞ്ഞു കൊടുക്കില്ല എങ്ങനെയെന്ന്. അതല്ലാതെ നാരായണ സമിതികളൊക്കെ ഉണ്ടായിരിക്കും, മാതൃസമിതി അമ്മമാരുടെയൊക്കെ നേതൃത്വത്തിൽ. അപ്പോൾ അവിടെ പോയിരിക്കുക, അവർ വായിക്കുന്ന സമയത്ത് സാധാരണ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുക. അവർ വായിക്കുന്ന സമയത്ത് അവിടെ പോയിരിക്കുക, ഈ പുസ്തകം തുറന്നു പിടിച്ചിട്ട്, എന്നിട്ട് അവർ വായിക്കുമ്പോൾ അതിനൊപ്പം നമ്മൾ വായിക്കാനായിട്ട് ശ്രമിക്കുക, അത് നോക്കിയിരിക്കുക. അപ്പോൾ നമുക്കത് പഠിയും, എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്, എവിടെയാണ് നിർത്തേണ്ടത് എന്നൊക്കെ കൃത്യമായിട്ട് അതൊന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അതൊന്നും സാധിക്കാത്തവർ യൂട്യൂബിലുണ്ടല്ലോ, അത് വളരെ കൃത്യമായിട്ട് വായിച്ച് പഠിപ്പിക്കുന്ന രീതിയിലുള്ള ചാനലുകളൊക്കെ ഉണ്ട്, അതിൽ നോക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ പുസ്തകം ഉണ്ടായിരിക്കും, നമ്മളത് ഓരോ വരി ഈ ചൂണ്ടാണിവിരൽ വെക്കരുതെന്നാണ് പറയുക, ചെറുവിരലുണ്ടല്ലോ, ചെറുവിരൽ വെച്ചിട്ട് നോക്കണം എന്നാണ് പറയാറുള്ളത് കേട്ടോ. അങ്ങനെ ഓരോ വാക്കുകൾ ശ്രദ്ധയോട് കൂടിയിട്ട് ഉച്ചരിക്കാനായിട്ട് പഠിക്കുക, എവിടെയാണ് നിർത്തേണ്ടത് എന്നൊക്കെ പഠിക്കുക. കുഞ്ഞാവ് വന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ ചെറിയൊരു കുറുമ്പ്, അതാണ് കരച്ചിലൊക്കെ കേൾക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാം, അങ്ങനെയാണ് പഠിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഏത് ദശകം വേണമെങ്കിലും നമുക്ക് വായിക്കാം, ഏത് ശ്ലോകം വേണമെങ്കിലും വായിക്കാം. ഇപ്പോൾ ഭാഗവതമൊക്കെ വായിക്കുന്നവരെങ്ങനെ പറയാമെന്നറിയോ, നിങ്ങൾക്ക് ഒരു ശ്ലോകമാണ് വായിക്കാൻ പറ്റിയത് വായിക്കാം. ഇനിയിപ്പോൾ അര ശ്ലോകമാണോ പറ്റിയത് അത് വായിക്കുക, 1/4 ഭാഗമാണോ പറ്റിയത് അത് വായിക്കുക. അങ്ങനെയാണ്. അപ്പോൾ അത് തുടങ്ങുക, അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളത് വായിച്ചോളൂ, ഇഷ്ടമുള്ള ഭാഗം തന്നെ വായിച്ചോളൂ. ഇനി ഒരു ഭക്ത ചോദിച്ചിരിക്കുന്നതേ, അവർ ക്ഷേത്രത്തിൽ പോകുന്ന നടക്കുന്ന സമയത്ത് പരുന്ത് വന്നിട്ട് തലയിൽ തൊട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നല്ലതാണോ, അതിലെന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പരുന്തെന്ന് പറഞ്ഞത് ഗരുഡനെ ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കുക. അങ്ങനെ തൊട്ടിക്കഴിഞ്ഞാൽ അത് ദോഷമൊന്നുമില്ല കേട്ടോ, നല്ലതാണ്. അത് വന്നിട്ട് നമ്മളെ അനുഗ്രഹിച്ചു എന്ന് നമ്മൾ കരുതിയാൽ മതി. പക്ഷേ ഈ കാക്കയൊക്കെയാണ് വരുന്നതെങ്കിൽ അത് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ കാക്ക ഏതെങ്കിലും തരത്തിൽ നമ്മൾ തലയിലൊക്കെ സ്പർശിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് കുളിക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ. കാരണം ഒരു പുല കുളിക്കാനുള്ള ഒരു സാധ്യത അവിടെ കാണുന്നുണ്ട്, അങ്ങനെയാണ് പറയുക. കാരണം ഇപ്പോൾ ഈ ശ്രാദ്ധം അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ കാക്കേനെയാണല്ലോ നമ്മൾ വിളിക്കുക, കൈക്കുട്ടി കാക്കേനെയാണ് വിളിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ കാക്കയുടെ കാര്യങ്ങൾ പറയാറുള്ളത്. അതുകൊണ്ട് പരുന്ത് ഗരുഡൻ തൊട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല, നേരെ മറിച്ച് കാക്കയാണെങ്കിൽ അത് അപ്പം തന്നെ പോയിട്ട് കുളിക്കണം എന്ന് പറയാറുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അടുത്തത് ദർശന അർജുൻ എന്നൊരു ഭക്ത ചോദിച്ച ചോദ്യമാണ് കേട്ടോ. ദർശനയുടെ കുഞ്ഞിനെ 11 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ജലദോഷം അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഉറങ്ങാനൊക്കെ രാത്രി വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ജലദോഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിർദോഷം എന്നല്ലേ പറയുക. അപ്പോൾ അതിനെ നീര് കൊണ്ട്, അതായത് ജലം കൊണ്ട്, തീർത്ഥം കൊണ്ട് തുലാഭാരം ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ തീർത്ഥം കൊണ്ടുള്ള തുലാഭാരം ചെയ്തോളൂ കേട്ടോ ഇനി വരുന്ന സമയത്ത്. അതേപോലെ സുരഭി എന്നൊരു ഭക്ത ചോദിച്ച ഒരു ചോദ്യം കൂടി കേട്ടോ. പീരീഡ്സ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഭഗവാന്റെ പ്രസാദങ്ങൾ, പാടി എണ്ണ പോലുള്ള പ്രസാദങ്ങളൊക്കെ ഉപയോഗിക്കാനായിട്ട് പാടുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പലർക്കുള്ളൊരു സംശയമാണ്, ചിലപ്പോൾ ആ ഒരു സമയത്തായിരിക്കും പ്രസാദങ്ങളൊക്കെ കിട്ടുക. അപ്പോൾ അത് കഴിക്കണോ വേണ്ടേ എന്ന് ചിന്തിക്കുന്ന പലരും ഉണ്ടായിരിക്കും.
അപ്പം അത് ഉപയോഗിച്ചത് കൊണ്ട് യാതൊരുവിധ കുഴപ്പവും ഇല്ല കേട്ടോ. അപ്പം ക്ഷേത്ര ദർശനത്തിന് പറ്റില്ല, അപ്പം ക്ഷേത്രത്തിൽ പോകാൻ പറ്റില്ല, പോയിക്കൊണ്ട് വാങ്ങാനായിട്ട് സാധിക്കില്ല, അത്രയേ ഉള്ളൂ. നമുക്കത് വേറെ എവിടെന്നെങ്കിലും ലഭിച്ചു കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുന്നതിൽ യാതൊരുവിധ വിരോധവും ഇല്ല. പീരീഡ് സമയത്തൊക്കെ ഭഗവാന്റെ പ്രസാദങ്ങൾ ഉപയോഗിക്കാം കേട്ടോ, ഉപയോഗിച്ചോളൂ, അതൊക്കെ വളരെ നല്ലതാണ്. കാരണം പീരീഡ്സിൻ്റെ സമയത്ത് വേദനയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ആടി എണ്ണ പുരട്ടാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിലൊന്നും യാതൊരുവിധ വിരോധവും ഇല്ല കേട്ടോ. അതൊക്കെ വിശ്വാസത്തോട് കൂടിയിട്ട് ഭക്തിയോട് കൂടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഉപകാരപ്രദമായിട്ടുണ്ട് എന്ന് തന്നെ കരുതണം കേട്ടോ. പലർക്കുള്ള ഒരു സംശയമായിരിക്കും ഈ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ചെരുപ്പ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് എന്താണാവോ എന്നൊക്കെ ചിന്തിച്ചിരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പോൾ അവർക്കൊക്കെ അത് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അറിവ് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങൾ, അലങ്കാരങ്ങൾ, ഇതേപോലെയുള്ള സംശയങ്ങൾ, ഭക്തർക്ക് അനവധി സംശയങ്ങളുണ്ട്, അതൊക്കെ ആയിട്ട് നാളത്തെ വീഡിയോയിൽ കാണാം. ഹരേ കൃഷ്ണ, ഹരേ ഗുരുവായൂരപ്പ.